പ്രത്യേകത ഉണ്ട്. ദിയമ്മളെ പല്ലുകൊണ്ടാണ്. ജാതിക്ക തിന്നും ചെയ്യും. കക്കൂസിന്ന് എണീക്കാൻ നേരം ഉണ്ടാവും. അതിന്റെ ഓണർ കാണണ്ട, വേഗം പോരും. ഹായ് ഫ്രണ്ട്സ്, ജിരി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്ന് നമ്മുടെ അർജുമാമന്റെ വീടിന്റെ വാർപ്പാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോവാൻ നിൽക്കുകയാണ്. പോവാൻ റെഡി ആയി ഇപ്പൊ ഇറങ്ങി നിൽക്കുകയാണ്. എന്റെ കോസ്റ്റ്യൂം നോക്കൂ ഗൈസ്, ന്യൂ ഒരു എന്താ പറയാ ഫോറിൻ ലുക്ക്. സ്വന്തമായിട്ട് കഴിഞ്ഞേ രസമുണ്ട്, വെറൈറ്റി ആണ്. നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. മഴ ഉണ്ട് കേട്ടോ, വാർപ്പായതുകൊണ്ടായിരിക്കാം മഴ പെയ്യുന്നത്. നമുക്ക് എന്തായാലും പോവാം. ശരിക്കും നല്ലതിന്റെ ലക്ഷണത്തിനാണെന്നാണ് പറയുന്നത്. അതായിരിക്കും ഡ്രൈവിംഗ് ചേട്ടൻ ഓടിച്ചോ? ഡ്രൈവർ വണ്ടി എടുക്കും. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഉണ്ണിമോൾ നയിക്കുന്ന ഈ യാത്രയിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാർപ്പാണ് ഫ്രണ്ട്സ്, ആർട്ടിന്റെ വീടിന്റെ മെയിൻ വാർപ്പാണ്. അപ്പൊ പോയി നോക്കട്ടെ. മഴ ചെറിയ മഴയുണ്ട്, ചെറിയ മഴ കുഴപ്പമില്ല. 10:45 എന്ന് പറഞ്ഞ വാർപ്പ് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് 3rd ടോയുടെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. മഴയല്ലേ? ദേവ് 10ാം ക്ലാസ് ആയതുകൊണ്ട് എങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട് ഫ്രണ്ട്സ്. ദേവ് 10ലായതുകൊണ്ട് അതെ, ദേവ് സഹകരിക്കണം. ദേവ് പറയണം നിങ്ങൾ പൊയ്ക്കോളൂ, ഞാനിവിടെ അവിടെ ഇരുന്നോളാം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പോവും. ഫ്രണ്ട്സ്, മഴ മോഷിച്ചു ഫ്രണ്ട്സ്, നല്ല മഴ. ഞങ്ങളുടെ ടൗൺ കണ്ടോ ഫ്രണ്ട്സ്? മുക്കോട്ടുംപാടം ടൗൺ. ഒന്ന് നോക്ക്, നേരത്തെ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ സ്കൂട്ടിക്ക് പോകുമല്ലോ, ഞാൻ 2 ബ്രേക്കും പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഒരൊറ്റ വരവ് എന്ന ചിരി ദേഷ്യം വന്നു. എന്താ ആവശ്യം? ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കവള സ്കൂളിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കവള സ്കൂളിന്റെ അടുത്താണ് എന്റെ വീട്. നമ്മൾ പഠിച്ച സ്കൂളിന് മുന്നിലൂടെ നമുക്ക് അമ്മേന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോവാണ്. അമ്മേന്റെ വീട് ഏതാ? അർജുമാമന്റെ വീട്. അർജുമാമന്റെ വീട്. ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇവിടെ കവളയിൽ എത്തി ഗൈസ്. ഇവിടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുമാമൻ എല്ലാവരും ഉണ്ട്. വാർത്ത നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയും പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ ശക്തമല്ല എന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് അധികം മഴ കിട്ടുന്നില്ല. എന്നാലും എത്തുന്നുണ്ട്. ഇതാണ് വീടിന്റെ മയിലാളി. വീടിന്റെ മയിലാളി എന്ന് പറയാം. മഴ പെയ്തിട്ട് ആണോ? കഴിഞ്ഞപ്പോ മഴ പോയി, നീലാകാശം വന്നു. ഞങ്ങളുടെ കവളയത്തെ വീട് മഴ ആണല്ലേ? അവിടെ ഞാൻ വിചാരിച്ചേതാ പണിക്കാരിക്കാണ് വിചാരിച്ചു.
ചായ കുടിക്കാൻ വേണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ദേവ് ഇവിടെ ഇങ്ങനെ ഇറച്ചി കായില്ലാത്തൊരു നിക്കണമാതിരി നിക്കണം. എന്തിനാന്ന് വെച്ചാല് ചായക്ക് കടി പൊറോട്ടയാണ്, അത് കഴിക്കാനും പിന്നെ നെയ്ച്ചോറാണ് ഉച്ചയ്ക്ക്, നെയ്ച്ചോറും കോഴി അത് കഴിക്കാനുമാണ് ഞങ്ങൾ കാര്യമായിട്ട് വന്നേക്കുന്നത്. ആ അതെ, ദിയമോള് നെയ്ച്ചോറ് കഴിക്കാനാണ് കാര്യമായിട്ട് വന്നേക്കണത്. അപ്പം ഇത് വാർപ്പ് എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെയാണല്ലോ. മേലേക്ക് തട്ടിയില്ലോ തട്ടിയോ ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രണ്ട്സ് പൊറോട്ടയും മുട്ടക്കറി. ഇവിടെ ദിയമോളാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ ഒഴിക്കുന്നത് ഞാനാണ്. ആണോ? അമ്മ ക്ലാസ് വരും. ശരിക്കും ഉച്ചക്ക് കഴിക്കേണ്ട സമയമായിട്ട് ഏകദേശം കഴിയാറായി വാർപ്പ്. ഭാര്യമാര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണുള്ളൂ. സമയം 12 മണിയായി. അമ്മ അത് ചോറ് പോയി വാങ്ങണ്ടേ? ആ ടീം എത്തി. എന്താണ് ഇത് താരപ്പൊരി മുറിച്ച് നടക്കുന്നത്? ചായ കൊടുക്കും. ഇത് പൂവല്ലേ, ക്ലിപ്പായിരുന്നാ? ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ചായ തരുമോ? വിശന്ന് വലഞ്ഞു വരുന്നേ. ഇനി അടുത്ത ആൾ വരുമ്പോ നിറച്ചാ മതി, അല്ലെങ്കിൽ കൈ വേദനിക്കും. മഞ്ഞാണോ അത് പാറുന്നേ? മഞ്ഞും ആ അതാ ഈ ചേട്ടൻ വീഡിയോ കളിക്കണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ഹായ് പറ. ഞങ്ങള് പാടത്ത് പോയിട്ട് ഒരു റീൽ എടുക്കാൻ പോവാണ്. ഞാൻ ഇപ്പൊ കൊറേ ആയിട്ട് സ്ലോ മോഷൻ തന്നെ എടുക്കലുള്ളൂ. അപ്പൊ സ്ലോ മോഷൻ അല്ലാത്തൊരു റീൽ എടുക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ എടുക്കാൻ റെഡി ബഗർ മറ്റേ ദിയമോള് മറ്റേ പുഴേന്റെ അവിടെ കല്ലിൽ ഇരുന്നിട്ട് ബ്ലാഡി ബഗർ എന്ന് പറയില്ലേ, ഞാനൊരു പിങ്ക് കളർ ചോളി എടുത്തിട്ട് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്തു കഴിഞ്ഞു. ദേവു ഇവിടെ എന്താ ദേവു ജാതിക്ക കട്ട് പറിക്കാൻ നോക്കുകയാണ്. അപ്പൊ എവിടെ ഇല്ല കേട്ടോ. ഉണ്ടോ? അവിടെയൊക്കെ കറണ്ട് വെച്ചിട്ടുണ്ടാവും ദേവോ. ഫ്രണ്ട്സ് ജാതിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവുവിന് ഒരു പ്രാന്താണ്. ജാതിക്ക തിന്നും ചെയ്യും, കക്കൂസിന്ന് എണീക്കാൻ നേരം ഉണ്ടാവില്ല. അത് വലിയ കുഴിയാട്ടോ. അത് അവിടെ തന്നെ ഉണ്ട്, ആ ഒരു ഇതിൽ തന്നെ. അതിന്റെ ഓണർ കാണണ്ട, വേഗം പോര്. ഇതിന് ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ? നോട്ടെ ഞാൻ അടിച്ചോട്ടെ. ജാതിക്ക വയറിന് നല്ലതാണ്. പാടത്തുനിന്ന് നോക്കിയാൽ നമ്മളെ വീട് കാണാം. അവിടെ നോക്കും ഫ്രണ്ട്സ്. ഈ തോട്ടത്തിൽ നിറച്ച് മീനുണ്ട് കേട്ടോ. നാളെ നമുക്ക് മീൻ പിടിക്കാൻ വരാം. തോർത്തും കൊണ്ട് വരാം അല്ലേ? തോർത്ത് ഇപ്പൊ ഞങ്ങളെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ മീൻ പിടിക്കുമായിരുന്നു കേട്ടോ. ചേട്ടാ അതിനെ വിളിക്കണത് ഈ മോളെ കാണ്. എന്താ ഇല്ല പല്ല് പറഞ്ഞല്ലോ കല്യങ്കാട്ട് പെരപ്പുറത്തേക്ക് എറിഞ്ഞാല് മോളെ പല്ല്. ഇതെന്താ കല്യങ്കാട്ട് നീരിയാണോ? ആ കല്യങ്കാട്ട് പറയണം ഗൈസ്. ഹൗസ് വാമിങ്ങിന് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ദിയമോളെ പല്ലുകൊണ്ടാണ്, പല്ലുകൊണ്ട് വാർത്ത വീടാണ്.
ഫ്രണ്ട്സ് നമ്മളെ പല്ലാണ്. അപ്പോൾ ഞങ്ങളത് വീട്ടിൽ കൊണ്ടുപോകണം. നമ്മളെല്ലാ പല്ലും ഞങ്ങൾ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ പല്ല് ഞങ്ങൾ കുപ്പിയിൽ അങ്ങനെ ഇട്ട് വെക്കുന്നതാണ്. ഫ്രണ്ട്സ് അപ്പോൾ കഴിക്കാനായിട്ടോ, ശരിക്കും ഞങ്ങൾ കഴിക്കാൻ വന്ന പോലെ ആയിപ്പോയി. പിന്നെ വാർത്ത ഏകദേശം കഴിയാറായി. ഇപ്പോൾ ഫുഡ് കഴിച്ചാൽ മതി. നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ എത്തിയിരിക്കുന്നു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ ചെറുതായിട്ട് ചിക്കൻ കറി ഒന്ന് പോയിട്ടുണ്ട്. നിലക്കല്ല പോയത്, കവറിലാണ് പോയത്. അവിടെ ഒരാളെ യോഗ ആട്ടുന്നത്. മഴ വന്നപ്പോ എല്ലാരും ഓടി. ചോറാണ് എന്റെ ചോറത് അവിടെ. മഴ പെയ്തപ്പോ എല്ലാരും പല വഴിക്ക് ഓടിയതുകൊണ്ട് ചോറാണ്. അപ്പം വാർപ്പ് കഴിഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു. ഏറ്റവും മഴയിൽ നമ്മൾ കണ്ടു. ഫ്രണ്ട്സ് ഫോണിന്റെ ചാർജ് തീരാനായി. ഓൺലി 1%. അപ്പം പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവും. ഞങ്ങൾ വാർപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലിപ്പോഴാണ് എത്തിയത്. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങള് അഭിമാമന്റെ വീട്ടിലേക്ക് പോവാണ്. പോയിക്കോട്ടോ, പിടിച്ചിരിക്കേ.